ഇനി നിങ്ങളുടെ ഷോപ്പിലോട്ട് ഒരു ഓർഡർ വരികയാണെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാൻ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒരു ഓർഡർ നിങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും, ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നോട്ടിഫിക്കേഷൻ ഒരു യു ഗോട്ട് എ ന്യൂ ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അത് നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നത് വരെ. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി നോക്കി നോട്ടിഫിക്കേഷൻ ഉണ്ടോ നോക്കുക. എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് വന്നാൽ മതി. അപ്പോൾ സൗണ്ട് അവിടെ ഓഫ് ആവും. സൗണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ മിസ്സാവാണ്ടിരിക്കാനാണ് വീണ്ടും വീണ്ടും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് വരെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കസ്റ്റമറാണോ ഓർഡർ ചെയ്തത്, എന്താ ഓർഡർ ചെയ്തതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. ടൊമാറ്റോ തക്കാളിയാണ് ഓർഡർ ചെയ്തത്. അര കിലോ തക്കാളിയാണ് ഓർഡർ ചെയ്തത്. ക്വാണ്ടിറ്റി ഒന്നെന്നാണ് കാണുന്നത്. അതായത് ഒന്ന് പറഞ്ഞാൽ പിന്നെ അര കിലോന് ഒന്ന് തന്നെ. അപ്പോൾ അര കിലോ തക്കാളിയാണ് ഓർഡർ ചെയ്തേക്കുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഓർഡർ കൺഫേം ചെയ്യണോ ക്യാൻസൽ ചെയ്യണോ നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഥവാ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഓർഡർ ക്യാൻസൽ ആവും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കൺഫേം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. കൺഫേം ഉള്ള ബട്ടൺ കണ്ടില്ല വലത്തെ അത് താഴെ, ഒന്നെങ്കിൽ ഈ കൺഫേം എന്നുള്ള ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ താഴെയുള്ള ഈ സ്വൈപ്പ് ഉണ്ടല്ലോ, അത് നേരെ വലത്തോട്ട് സ്വൈപ്പ് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ കൺഫേം ക്ലിക്ക് ചെയ്തിട്ട് എസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഓർഡർ കൺഫേം ആയി. ഓർഡർ കൺഫേം ചെയ്യുന്ന സെയിം സ്പോട്ടിൽ തന്നെ എല്ലാ ഡെലിവറിമാൻക്കും റിക്വസ്റ്റ് പോകും, ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് എടുക്കുന്നോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഡെലിവറിമാന് ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത കാരണം എല്ലാ ഡെലിവറിമാന് റിക്വസ്റ്റ് പോകും ഒരു പുതിയ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഏതെങ്കിലും ഡെലിവറിമാൻ ആ ഒരു നിങ്ങളുടെ ഈ ഒരു ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വരും, ഡെലിവറിമാന് നിങ്ങളുടെ ഓർഡർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡെലിവറിമാൻ നിങ്ങൾ ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് കാണാൻ പറ്റും. ഓർഡർ നോട്ടിഫിക്കേഷൻ വേണ്ട യുവർ ഓർഡർ ഹാസ് ബീൻ അസൈൻഡ് ടു എ ഡെലിവറിമാൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ആ ഒരു മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറിമാൻ ഏത് ഡെലിവറിമാനാണ് നിങ്ങളുടെ ഓർഡർ എടുത്തതെന്നൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ആ ഡെലിവറിമാനെ കോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫുഡ് എക്സാമ്പിൾ ഇതിപ്പോൾ ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് കവറിലാക്കി പാക്ക് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കൺഫേംഡ് നാളെ ഉള്ളത്. കൺഫേം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവരെ അപ്ഡേറ്റ് സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഈ അപ്ഡേറ്റ് സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻ നേരെ ക്ലിക്ക് ചെയ്തിട്ട് റെഡി ടു ഫോർ ഹാൻഡ് ഓവർ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. റെഡി ടു ഫോർ ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ ടൊമാറ്റോ ഫുള്ള് പാക്ക് ചെയ്തിട്ട് ഫുള്ള് സെറ്റ് അണിഞ്ഞ് ഡെലിവറിമാൻ വന്ന് കൊണ്ടുപോയാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ കൺഫേംഡ് നേരെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ഓർഡർ സ്റ്റാറ്റസ് നേരെ റെഡി ഫോർ ഹാൻഡ് ഓവറിലോട്ട് ഇട്ടാൽ മതി. ഇനി അതല്ല നിങ്ങളുടെ പ്രോഡക്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഭക്ഷണമായിരിക്കാം, ഫുഡാണ് വിചാരിക്കുക. അപ്പോൾ മന്തിയാണെന്ന് വിചാരിക്കുക. മന്തി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ അത് റെഡി ആവാൻ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ഓർഡർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രോസസ്സിങ്ങിലോട്ട് ഇടുക. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണുള്ളതില്ല. അപ്പോൾ പ്രോസസ്സിങ്ങിലോട്ട് നേരെ ഇട്ടാൽ മതി. അപ്പോൾ സെയിം സമയം ഡെലിവറിമാൻക്ക് മെസ്സേജ് പോകും ഓർഡർ പ്രോസസ്സിങ്ങിലോട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എപ്പോഴാണോ നിങ്ങളുടെ ഓർഡർ ഡെലിവറിമാൻ്റെ കയ്യിൽ കൊടുക്കാൻ സമയമാവുന്നത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം, നേരെ പ്രോസസ്സിങ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഓർഡർ കാണുമല്ലോ, അപ്ഡേറ്റ് ഓർഡർ സ്റ്റാറ്റസ് നേരെ ക്ലിക്ക് ചെയ്തിട്ട് റെഡി ടു ഫോർ ഹാൻഡ് ഓവർ കൊടുത്താൽ മതി. ശ്രദ്ധിക്കുക, സാധനം ഫുള്ള് പാക്ക് ചെയ്ത് ഫുള്ള് ഡെലിവറിമാൻ എടുത്ത് കൊണ്ടുപോയാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ, ഇനി ആ ഒരു സ്റ്റെപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മാത്രം റെഡി ഫോർ ഹാൻഡ് ഓവറിലോട്ട് ഇടാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഡെലിവറിമാൻ എടുക്കാൻ നേരത്ത് നിങ്ങൾ എന്തായാലും റെഡി ഫോർ ഹാൻഡ് ഓവറിലോട്ട് ഇടണം. അതിപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പിലൂടെ എല്ലാം വരണമെന്നൊന്നുമില്ല. ഫസ്റ്റ് തന്നെ പെൻഡിങ്ങിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അത് നേരെ അപ്ഡേറ്റ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ റെഡി ഫോർ ഹാൻഡ് ഓവർ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ചില സാഹചര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ തക്കാളി ഓർഡർ ചെയ്തിട്ട് ഡെലിവറിമാൻ നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ജസ്റ്റ് ഡെലിവറിമാൻ ആ തക്കാളി നിങ്ങൾ ഓർഡർ ചെയ്ത് പാക്കൊക്കെ ചെയ്തു, നേരെ ഡെലിവറിമാൻ ആ തക്കാളി എടുത്ത് കൊണ്ടുപോയാൽ മാത്രം മതി. അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻഡിങ് ക്ലിക്ക് ചെയ്യുക. അവിടെ തക്കാളി കാണുമല്ലോ, അപ്പോൾ അവിടെ അപ്ഡേറ്റ് ഓർഡർ സ്റ്റാറ്റസ് നേരെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ റെഡി ഫോർ ഹാൻഡ് ഓവറിന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്താവും, ആ പ്രശ്നം റെഡിയാവും. പിന്നെ ആൾറെഡി റെഡി ആണല്ലോ ഡെലിവറിമാന് കൊടുക്കാൻ. അപ്പോൾ നേരെ ആ ഒരു പെൻഡിങ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ഡേറ്റ് സ്റ്റാറ്റസ് കൊടുത്തിട്ട് നേരെ റെഡി ഫോർ ഹാൻഡ് ഓവർ കൊടുത്താൽ മതി. റെഡി ഫോർ ഹാൻഡ് ഓവർ എന്തായാലും കൊടുക്കണം. എന്നാൽ മാത്രമേ ഡെലിവറിമാൻ്റെ ആപ്പിൽ ഈ ഓർഡർ പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ എന്തായാലും പ്രോസസ്സിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, ഇപ്പോൾ ഫുള്ള് റെഡി ആയി. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡി കഴിഞ്ഞപ്പോൾ ഡെലിവറിമാന് കൊടുക്കാനായെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഈ അപ്ഡേറ്റ് ഓർഡർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റെഡി ഫോർ ഹാൻഡ് ഓവർ എന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ ഈ ഡെലിവറിമാന് മെസ്സേജ് പോവും. ആ സെയിം സമയം ഡെലിവറിമാൻ മെസ്സേജ് പോവും,
ഈ ഒരു തക്കാളി പാക്ക് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ആ ഒരു തക്കാളി എടുത്ത് കൊണ്ടുപോയിട്ട് കസ്റ്റമറിന് കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന മെസ്സേജ് പോകും. അപ്പോൾ തന്നെ ഡെലിവറി മാൻ നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കോളും. ഓക്കെ, അപ്പോൾ ഡെലിവറി മാന് നിങ്ങളുടെ കയ്യിലുള്ള ഈ തക്കാളി എന്നുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, തക്കാളിയുടെ പാക്ക് എടുത്തിട്ട് ഡെലിവറി മാൻ അത് കൊണ്ടുപോയി ഡെലിവറി മാൻ ആ ഓർഡർ ഡെലിവറി മാൻ്റെ ആപ്പിൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെലിവറി ഐറ്റം ഈസ് ഓൺ ദ വേ എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഡെലിവറി മാൻ തന്നെ എല്ലാം ചെയ്തോളും, അവൻ തന്നെ എല്ലാം കൊണ്ടേ കൊടുത്തോളും, എന്നിട്ട് അവൻ ഡെലിവറി ചെയ്തോളും കസ്റ്റമർക്ക്. ഓക്കെ, അപ്പോൾ അത് ഇനി നിങ്ങളിത് അറിയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെലിവറി മാൻ്റെ നമ്പറും ഉണ്ട്, അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ നമ്പറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓരോ സ്റ്റാറ്റസിലൂടെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ പോകണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഡെലിവറി മാൻ നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ഡയറക്റ്റ് അവർക്ക് കൊടുത്താൽ മാത്രം മതി. ഉണ്ടെങ്കിൽ പെൻഡിങ്ങിൽ നിന്ന് നേരെ റെഡി ഫോർ ഹാൻഡ് ഓവറിലോട്ട് ഇട്ടാൽ മാത്രം മതി. പിന്നെ ഡെലിവറി മാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ ചെയ്ത ഉപഭോക്താവുണ്ടല്ലോ, ഓർഡർ ചെയ്ത യൂസർക്ക് കറക്റ്റ് മുകളിൽ കാണാൻ പറ്റും ഓർഡർ പ്ലേസ് ആയി, ഓർഡർ കൺഫേം ആയി, ഓർഡർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് കാണാൻ ഡെലിവറി മാൻ്റെ കയ്യിലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണിക്കാനാണ് നിങ്ങളുടെ ഷോപ്പിൻ്റെ ആപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യണത്. അപ്പോൾ അതെന്തായാലും അപ്ഡേറ്റ് ചെയ്യണം, എന്നാലും കസ്റ്റമർക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ എവിടെ നിങ്ങളുടെ പ്രോഡക്റ്റ് എത്തിയെന്ന്. ഡെലിവറി മാൻ നിങ്ങളെ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമറിൻ്റെ ആപ്പിൽ കാണാൻ പറ്റും ഡെലിവറി മാൻ എവിടെ എത്തിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്റ്റാറ്റസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പെൻഡിങ്ങിലോ കൺഫേമിലോ പ്രോസസ്സിങ്ങിലോ റെഡി ഫോർ ഹാൻഡ് ഓവറിലോ ഡെലിവറി മാൻ ഐറ്റം ഓൺ ദ വേല ഒന്നും കൗണ്ട് കാണിക്കില്ല, എല്ലാം 0 ആവും. അപ്പോൾ അതിനർത്ഥം ഡെലിവറി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ദിസ് മന്ത് എന്നുള്ള ആ ഒരു കാർഡുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 20 രൂപ നിങ്ങൾ ഏൺ ചെയ്തെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഒറ്റ ഓർഡറിൽ നിങ്ങൾക്ക് 20 രൂപ കിട്ടിയെന്ന് അവിടെ കാണാൻ പറ്റും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഓർഡേഴ്സ് ഉണ്ടല്ലോ താഴെ, ഏറ്റവും താഴെ ഹോമിൻ്റെ തൊട്ടടുത്ത് ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. എപ്പോഴാണ് ഡെലിവറി ചെയ്തത്, എന്താ ഡെലിവറി ചെയ്തത്, ആർക്കാണ് ഡെലിവറി ചെയ്തത്, ടോട്ടൽ എമൗണ്ട് എത്രയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ എവിടെയൊക്കെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട്, ഷോപ്പിൻ്റെ ഓണേഴ്സിന് കിട്ടുന്ന എമൗണ്ട് 20 രൂപയാണ്, മറ്റേത് ഡെലിവറി ചാർജാണ്. അപ്പോൾ അതാണ് 42 ഇവിടെ ടോട്ടലി കണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ടോട്ടൽ എത്ര ഏൺ ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ വലത്തെ ഭാഗത്ത് മൂന്നാമതായിട്ടൊരു ബട്ടൺ കണ്ടില്ല, വാലറ്റ് എന്ന്. ആ ഒരു വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 20 രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻറ്റ്ലി ഒരു ഓർഡർ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് 20 എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വിഡ്രോ ഉള്ള ബട്ടണൊന്നുമില്ല. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഡ്രോയിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ക്യാഷ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ശനിയാഴ്ച എന്താ പറയുക, ഈ ആപ്പിൻ്റെ അകത്തു നിന്ന് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്തുള്ള വിഡ്രോവൽ ബാലൻസ് വിഡ്രോ ചെയ്യാനുള്ള റിക്വസ്റ്റ് ലാക്മാർട്ടിന് പോകും. അങ്ങനെ ലാക്മാർട്ട് അത് നോക്കി കൺഫേം ചെയ്തിട്ട് നിങ്ങളുടെ ഈ ബാലൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരും. ഓക്കെ, അപ്പോൾ അത് ഇട്ട് തന്നു കഴിഞ്ഞാൽ വിഡ്രോവൽ ബാലൻസ് പിന്നെ 0 ആവും. മനസ്സിലായോ? അപ്പോൾ അതങ്ങനെ എമൗണ്ട് ഇട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ മെനുവിൽ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡിസ്പേഴ്സ്മെൻറ്റ് മെത്തേഡ് സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ. ഞാൻ നേരത്തെ ആദ്യം കാണിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ലാക്മാർട്ട് കാണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് ലാക്മാർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഡ്രോവലും കാര്യങ്ങളും എന്താ പറയുക അയച്ചു തരിക. ഓക്കെ,